മറ്റേ ചിത്രം കൈദിയുടെ രണ്ടാം ഭാഗം ചിത്രീകരിക്കുന്നത് കോടതി തടഞ്ഞു. ഫേക്ക് പ്രോമിസസ്. ആമിർ ഖാൻ സാറോட ரோலுமே வந்து நான் வந்து கேமியோன்னு சொல்ல மாட்டேன். He is also full fledged. You can feel his presence. Fake statements. I'm probably only going to make 10 movies, so I do 10 films and I'll quit. Fake scripts. തന്റെ കഥ തന്നെ അറിയിക്കാതെ സിനിമയാക്കുകയായിരുന്നു എന്നാണ് ഇയാളുടെ ആരോപണം. പട്ടികളെ. ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഡയറക്ടർ ശരിക്കും ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണോ അതോ വെറും ഒരു ഫ്രോഡാണോ? 100% സക്സസ് റേറ്റ് ഉണ്ടായിരുന്ന ഒരാളാണ് ലോകേഷ് കനകരാജ്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ആ വ്യക്തി വലിയൊരു ഡൗൺഫാളിലേക്കാണ് പോകുന്നത്. ആൻഡ് ബോണസ് ആയിട്ട് വാട്ട് ദ ഫക്ക് ഹാപ്പൻ ടു കൂലി. ലോകേഷ് കനകരാജിനെ ഇപ്പോൾ കാണുന്ന ലോക്കി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ആക്കിയത് ഒരേ ഒരു പടമാണ്. 6 വർഷമായി ആ പടം ഇറങ്ങിയിട്ട് ഇപ്പോഴും അതിലത്തെ ദില്ലി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ വെറും ഒരു പേര് മാത്രം തിയേറ്ററിൽ കേട്ടാൽ കയ്യടി വീഴും. അത്രയും ഇമ്പാക്റ്റ് ആണ് ആ പടം ഉണ്ടാക്കിയത്. ഈ ഒരു പടം വെച്ചിട്ട് ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന വ്യക്തി ടാലന്റഡ് ആണോ നമുക്ക് നോക്കാൻ പറ്റില്ല. കാരണം കൈദിയുടെ ഒറിജിനൽ സ്ക്രിപ്റ്റ് ഒരു മലയാളിയുടെ ആണെന്നും അത് കൈദിയുടെ പ്രൊഡ്യൂസർ കട്ടെടുത്താണെന്നുള്ള ആരോപണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ അത് സത്യമാവാനുള്ള ഒരു ചെറിയൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പടം വിട്ടുപിടിക്കുകയാണ്. കൈദിയേക്കാളും മുമ്പേ വന്ന ലോകേഷിന്റെ ഏറ്റവും ആദ്യത്തെ പടം മാനഗരം. നമ്മളീ പലരും ഈ പടം കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല, പക്ഷെ എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവിയാണത്. നോൺ ലീനിയർ ആയിട്ടാണ് അതിന്റെ ഒരു കഥ പറച്ചിൽ പോക്കും കാര്യങ്ങളൊക്കെ. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ആ ടൈമിൽ കൈദിയൊക്കെ കണ്ട് നേരെ പോയി ഇയാളുടെ വേറെ ഏതെങ്കിലും പടം ഉണ്ടോ എന്ന് തപ്പിപ്പിടിച്ച് പോയി കണ്ട പടമാണ്. അത്ര ഇഷ്ടപ്പെട്ട തമിഴിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പടമാണ്. പക്ഷേ പ്രേക്ഷകർ കാണാതെ പോകുന്ന ഒരു സത്യമുണ്ട്. നിങ്ങൾ ഈ ടൈറ്റിൽ കാർഡ് എപ്പോഴും കാണാറില്ലേ, റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ ലോകേഷ് കനകരാജ്. ഇറ്റ് ഈസ് നോട്ട് റിയലി റിട്ടൺ ബൈ ലോകേഷ് കനകരാജ്. അതെ, നിങ്ങൾ ഇത്രയും കാലം കണ്ട അങ്ങേരുടെ മിക്ക പടങ്ങളും, മിക്കതെന്നല്ല എല്ലാ പടങ്ങളും അങ്ങേര് മാത്രം ഇരുന്ന് കുത്തിയിരുന്ന് എഴുതിയ പടമല്ല. ദർ ഇസ് ഓൾവേസ് എ കോ റൈറ്റർ, ദർ ഇസ് ഓൾവേസ് എ ഷാഡോ. നമ്മൾ ആരും കാണാത്ത ഒരു നിഴൽ, നമ്മൾ അറിയാൻ പോലും ശ്രമിക്കാത്ത കുറച്ച് ആൾക്കാർ. കൈദിയുടെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് പൊൻ പാർത്ഥിപനും ലോകേഷ് കനകരാജും ഒരുമിച്ചാണ്. മാസ്റ്റർ എഴുതിയിരിക്കുന്നതും പൊൻ പാർത്ഥിപനും ലോകേഷ് കനകരാജും രത്നകുമാർ ഒരുമിച്ചാണ്. വിക്രമിനും ലിയോയിലും ലോകേഷിന്റെ ഏറ്റവും വലിയ പവറായി നിന്നതും ഈ രത്നകുമാർ തന്നെയാണ്. ലിയോയില് പുതിയൊരു കോ റൈറ്ററും കൂടെ വന്നു, ധീരജ് വൈദ്യ എന്നും പറഞ്ഞ്. ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടർ ഈസ് നത്തിങ് വിത്തൗട്ട് എ ഗുഡ് കോ റൈറ്റർ. അത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ കൂലി കണ്ടപ്പോഴാണ് എനിക്ക് അത് മനസ്സിലായത്. കാരണം പുള്ളി ഇന്നേ വരെ വർക്ക് ചെയ്തിട്ടില്ലാത്ത ഒരാളുടെ കൂടെയാണ് കൂലി വർക്ക് ചെയ്തിരിക്കുന്നത്. അതിന്റെ പിറകിൽ വേറൊരു കഥ കൂടിയുണ്ട്. കാരണം രത്നകുമാറിന്റെ ഒപ്പമാണ് ആദ്യം കൂലി ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ലോകേഷ് കനകരാജ്. നിങ്ങളിപ്പോൾ പുള്ളിയുടെ വിക്കിപീഡിയ പേജ് എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവും. രത്നകുമാറിനെ കടിച്ച് നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ഓപ്റ്റഡ് ഔട്ട് ഓൺ ദ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കാണിക്കും. അതായത് സ്ക്രിപ്റ്റിംഗിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ പുള്ളി മാറിപ്പോയി എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ ഇതിന്റെ പുറകിലുള്ള ഒറിജിനൽ ഡ്രാമ എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന രത്നകുമാർ എന്ന് പറഞ്ഞ ഈ കോ റൈറ്റർ കട്ട വിജയ് ഫാനാ, ഭയങ്കര വിജയ് ഫാനാ. ഒരിടയ്ക്ക് നമ്മുടെ വിജയും രജനീകാന്തും തമ്മിൽ ചെറിയൊരു ഒരസൽ സംഭവങ്ങൾ ഉണ്ടായല്ലോ. ഈ കാക്ക കഴുകുന്നൊക്കെ പറഞ്ഞ് ലിയോ ഓഡിയോ ലോഞ്ചിലൊക്കെ വന്ന് നമ്മുടെ തളപതി വിജയ് തലൈവർ കെട്ടി ചെറിയൊരു കൊട്ടൊക്കെ കൊടുത്തല്ലോ. அந்த காக்கா போயிட்டு அந்த கழுகு போய் கொத்தும். அந்த கழுகு வந்து ஒண்ணுக்கு பண்ணாது, அது இன்னும் கொஞ்சம் மேலே போகும். இந்த காட்டுல மானு, முயல், யானை, மயில், இந்த காக்கா, கழுகு. ആ ടൈമില് രത്നകുമാർ ഓപ്പൺലി തലൈവറിനെ കളിയാക്കി, തലൈവർ രജനീകാന്തിനെ കളിയാക്കി അങ്ങോട്ട് വിട്ടു. പിന്നെ നമ്മൾ കണ്ടത് എന്താ? രത്നകുമാർ കൂലിയിൽ നിന്ന് ബാക്ക് ചെയ്തിരിക്കുന്നു. നമ്മളും തിന്നുന്ന ചോറ് തന്നെയല്ലേ. കൂലി കണ്ട ഏതൊരുത്തനും മനസ്സിലാവും കൂലിയുടെ സ്ക്രിപ്റ്റ് എത്രത്തോളം ഗ്രിപ്പിംഗ് അല്ലാതെ എത്രത്തോളം വീക്കാണെന്ന്. മിനിമം ഒരു 10-20 പ്ലോട്ട് ഹോളെങ്കിലും അതിലുണ്ടാവും. ആൻഡ് 2 കൊല്ലം ടൈം എടുത്തിട്ടാണ് പുള്ളി ഇത് ചെയ്തത്. നോട്ട് ദ പോയിന്റ്. ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഒരു റൈറ്റർ വളരെ വളരെ ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. ഒരു നല്ല കോ റൈറ്റർ ഇല്ലെങ്കിൽ പുള്ളിയുടെ കാര്യം തീർന്നു. ആൻഡ് ലോകേഷ് കനകരാജിന്റെ ഡൗൺഫാൾ ഈസ് നിയർ. തമാശയൊക്കെ വിട്ടേക്കാം, അത് പറയാനൊരു വലിയ കാരണമുണ്ട്. കൈദി 2 ചിലപ്പോ ഭാവിയിൽ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റിയെന്ന് വരില്ല. മിരുദൻ 2 പോലെ, വടച്ചനെ 2 പോലെ അതും ഒരു വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. പ്രശ്നം എന്താണെന്നല്ലേ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ മൊത്തം സോഴ്സ് ട്രസ്റ്റഡ് ആയിട്ടുള്ള എക്സ് ഹാൻഡിൽസിൽ നിന്നാണ്. കൂലിയിൽ 50 കോടിയാണ് പ്രതിഫലം കിട്ടിയെന്ന് പല മീഡിയയിലും നമ്മുടെ ലോകേഷ് കനകരാജ് വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കൈദി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഡ്രീം വാരിയർ പിക്ചേഴ്സ് ആണ്. വളരെ ഒരു ചെറിയൊരു സ്റ്റുഡിയോ ആണ്. ലോക്കി വർക്ക് ചെയ്ത വേറെ പ്രൊഡക്ഷൻ ഹൗസുകളൊക്കെ പോലെ, സൺ പിക്ചേഴ്സ് ഒക്കെ പോലെ വലിയൊരു കമ്പനിയൊന്നുമല്ല. ഇവരുടെ അടുത്ത് ലോകേഷ് കനകരാജ് 75 കോടിയാണ് സാലറി ആയിട്ട് ചോദിച്ചിരിക്കുന്നത്.
75 കോടി. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക, പടത്തിലത്തെ ഹീറോ ആയിട്ടുള്ള കാർത്തിക് വരെ 25 കോടിയാണ് സാലറി. അതും കൂലി പോലെ വളരെ വലിയൊരു ബിഗ് ബഡ്ജറ്റ് പടം ഇപ്പോൾ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അട്ടർ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് 25 കോടി കൂട്ടി പുള്ളി ചോദിച്ചിരിക്കുന്നത്. ഒരു പടം വലിയൊരു ഹിറ്റ് ആവുകയാണെങ്കിൽ അഫ്കോഴ്സ് നമുക്ക് നല്ല രീതിക്ക് ശമ്പളം കൂട്ടാം. പക്ഷെ ഒരു പടം അട്ടർ ഫ്ലോപ്പ് ആയതിനു ശേഷവും 25 കോടി കൂട്ടിയേക്കുന്നു. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കാം, മാനഗരം പോലത്തെ ഒരു പടം ചെയ്തിട്ട് ജസ്റ്റ് തമിഴിൽ ഒരു ന്യൂ ബോൺ ഡയറക്ടർ ആയിരുന്ന ലോകേഷ് കനകരാജിനെ വിളിച്ച് ആദ്യമായിട്ട് 1.5 കോടി കൈ വെച്ച് കൊടുത്തിട്ട് പടം എടുപ്പിച്ച് അയാളെ ഇന്ന് കാണുന്ന ലോകേഷ് ആക്കിയ കൈതി ഉണ്ടാക്കിയ ആൾക്കാരാണ് ഡ്രീം വാരിയർ പിക്ചേഴ്സ്. അവരുടെ അടുത്താണ് പുള്ളി ഈ പരിപാടി കാണിച്ചിട്ടുള്ളത്. അത് പോട്ടെ, എല്ലാം പോട്ടെ, ഓഡിയൻസ് കൈതി 2 പ്രതീക്ഷിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി, എന്നിട്ടും ഇപ്പോഴും അതിന്റെ വർക്ക് പോലും തുടങ്ങിയിട്ടില്ല. ആൻഡ് ലോകേഷ് കനകരാജ് രജനീനെയും കമലിനെയും വെച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പടം ചെയ്യാൻ പോവാണെന്നാണ് റിപ്പോർട്ട്സ് വരുന്നത്. ആൾക്കാരൊക്കെ പൊട്ടന്മാരാണ്. കാർത്തിക് കൈതി 2ന്റെ ഡേറ്റ്സ് ഒക്കെ ഇപ്പോൾ സുന്ദർ സിയുടെ പുതിയ പടത്തിനൊക്കെ കൊടുത്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇത്രയും നാൾ ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന വ്യക്തിയെയും ആ ഡയറക്ടറിനെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ കാണിച്ചത് വളരെ മോശമായിപ്പോയി. ഐ നോ ലോങ്ങർ സപ്പോർട്ട് ദിസ് മാൻ അറ്റ് ഓൾ. ഭയങ്കര മനസ്സ് സങ്കടത്തിൽ സന്തോഷ്, ഭയങ്കര മനസ്സിൽ നീ എന്നെ പറ്റിച്ചതാണ് എനിക്കറിയാം. പക്ഷെ പടങ്ങൾ വന്നാൽ ഇനിയും പോയി കാണും. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുക തന്നെ ചെയ്യും.